ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചാൽ അത് മൊബൈൽ ഫോൺ എന്നാണ് ഒരു കുട്ടി എന്നോട്, ഞാൻ പറയാം, കസാഖിസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടി പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് മൊബൈൽ ഫോൺ എന്നാണ് പറഞ്ഞത്. ഇത് ഒരിക്കലുമല്ല. ഞാനൊരു മാസം 1,40,000 രൂപ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മോണിറ്റേഷൻ പൈസ എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ സാധനമാണോ? ഞാൻ ഇതിനകത്ത് വിസയും ടിക്കറ്റൊക്കെ ഞാൻ ഇതിനകത്താണ് എമിഗ്രേഷൻ ഞാൻ കാണിച്ചു കൊടുത്തത്. ചെറിയ സംഭവമാണോ? ഇത് ചെറിയ സംഭവമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മളിത് മക്കളെ പറഞ്ഞ് നമ്മൾ വഴിമാറ്റി വിടുകയാണ്. കുട്ടികളെ നല്ല വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച് നോക്കിക്കേ. ഇതുകൊണ്ട് നല്ല പ്രഭാഷണങ്ങളും നല്ല പ്രബന്ധങ്ങളും ഇതിലൂടെ നമ്മളെ മക്കൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. അവിടെ പത്തനംതിട്ടയിൽ ഒരു കുട്ടി, ഷിബു എന്ന് പറയുന്ന ഒരു കുട്ടി, അവനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. പോസ്റ്റ് എന്ന് അറിയാമോ? ഹായ് ഗൈസ്, പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ ചോറ് പൊതിയണ കണ്ടോ? എൻ്റെ പപ്പ പത്തനംതിട്ട ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. ഇന്നലെ എൻ്റെ പപ്പ ചോറ് കൊണ്ടുപോയപ്പോൾ ഒരാൾ കൈ നീട്ടിയപ്പോൾ എൻ്റെ പപ്പ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കൊടുത്തു. ഇന്ന് എൻ്റെ പപ്പ എന്നിട്ട് 2 ദിവസം മുമ്പ് പറയാണ്, എടി 2 പൊതി ചോറ് എപ്പോഴും കരുതണമെന്ന്. അങ്ങനെ ഞങ്ങളെ പപ്പയ്ക്ക് ഓട്ടമില്ല. ഞങ്ങൾ 4 പേരാ വീട്ടില്. എൻ്റെ പപ്പയും അമ്മയൊന്നും കാണാതെ ഞാൻ പറയാ കേട്ടോ, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഗാലക്സി ആർട്ട് സ്പോർട്സിൽ ഏട്ടന്മാരുണ്ട്, അവിടെ ചോറ് കൊണ്ടു തന്നാൽ ഞാൻ എൻ്റെ പപ്പയോട് പറയാം, പപ്പ രാവിലെ ടാക്സി സ്റ്റാൻഡിൽ പോകുമ്പോൾ കൊണ്ടുപോകും. ഇവന് ഈ ഒരു വീഡിയോ അവൻ പോസ്റ്റ് ചെയ്തു 2017 കൊറോണയ്ക്ക്. അതിന്റെ ഇതിനകത്ത് ഇപ്പം പത്തനംതിട്ട ജില്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 600 പേർക്ക് അവന്റെ ആ വീഡിയോ കൊണ്ട് അവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 600 പേർക്ക് ഒരു നോക്ക്. അപ്പൊ അതേപോലെ നിലമ്പൂർ മാനവ സ്കൂളിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിലമ്പൂർ മാനവ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഈ ഹാൻഡ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹാൻഡ്സിനെ കുറിച്ച്. അപ്പൊ ഞാനൊരു മൈൻഡ് ട്യൂണർ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ കുട്ടികൾക്ക് സംസാരിച്ചാൽ അവർക്ക് ഉപദേശമൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാനൊരു മാങ്ങ എപ്പോഴും കൊണ്ടുവരണം, മാങ്ങ, പച്ച മാങ്ങ. ഞാൻ ആ മാങ്ങ ഇടിച്ചുകൊണ്ട് പൊട്ടിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ കരുതിയിരുന്നു. മകേഷിന്റെ കയ്യിലുണ്ട്. ആ മുളക് പൊടി എടുത്ത് മാങ്ങയ്ക്കത്തോട്ട് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിരുമിയിട്ട് ഇങ്ങോട്ട് ഞെക്കിയിട്ട് ആ നീര് അങ്ങോട്ട് കയ്യിലെടുത്തു, ആ മാങ്ങന്റെ നീര്. എന്നിട്ട് ഇങ്ങോട്ടാക്കി ഇങ്ങനെ. അപ്പൊ കുറേ എണ്ണായിട്ട് വെള്ളം ഇറക്കാൻ തുടങ്ങി. ഇങ്ങനെ ആക്കി. ഉച്ച സമയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഉമ്മിനീർ എവിടുന്ന വന്നത്? ഈ വായിക്കകത്തുനിന്ന്. ഈ രുചികുമളകൾ 3-5 നീളമേയുള്ളൂ, സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുള്ള ഈ സ്ഥലത്താണ് ഈ പറയുന്ന ആൻസും കൂളും ഇങ്ങനെ തിരുമിയിട്ട് ഇങ്ങനെ ഈ ഉമ്മിനീർ വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, സാർ ഏറ്റവും കൂടുതൽ ആൻസും കൂളും ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ, അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്ന് ആ ഏരിയ ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഈ വെക്കുന്ന സാധനം എന്താ? ആ സാധനം അവരോട് പേടിപ്പിച്ചിട്ട് കാര്യം. അവരോട് പറയണം, നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ അവിടുന്ന് തന്നെ മൊബൈൽ ഫോൺ ഓണാക്കി പ്രൊജക്ടറിൽ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യും. അതിനകത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും WHO നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഔദ്യോഗിക സൈറ്റിനകത്ത് ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ കോട്ടക്കൽ അങ്ങാടിയിൽ കിട്ടുന്ന 9 ഗ്രാം തൂക്കമുള്ള ആ പാൻ മസാലയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് പൊളിപെർപ്പിലും പാരാനിട്രിഫിനോളും ഈ പറയുന്ന ഗ്ലാസ് പൗഡറും കുപ്പിച്ചിലും ഉണ്ട്. അപ്പൊ ഈ സാധനമാണ് കയ്യിലിട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ ചുണ്ടടിയിൽ വെക്കണത്. ഈ ചുണ്ടിന്റെ അടിയിൽ വെക്കുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ മുഖത്ത് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാര്യം എന്താ? ഈ സാധനം വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധാരാളം ഉമ്മീന്ദ്ര ഗന്ധികളുള്ള ധാരാളം രുചി കുമ്പളുകളുള്ള സ്ഥലമാണ്. അവിടെ തന്നെ ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്കറിയാം, ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ നാവിന്റെ ഇവിടെ വെച്ചാൽ കഴിക്കും. നമ്മൾ ഗുളിക നാവിന്റെ അകത്തേക്ക് വെക്കുക. കാര്യം എന്താ? ഈ 3 ഇഞ്ച് കഴിഞ്ഞപ്പോൾ രുചിയില്ല. നമ്മൾ തേനൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം, തേനൊക്കെ നാവിന്റെ തുമ്പത്താ കുട്ടികളിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ രുചികുമളകളുള്ള ഏറ്റവും സെൻസിറ്റീവായ ഏരിയയിലാണ് ഈ പറയുന്ന ഹാൻഡ്സും കൂളും. നോക്കണം, 10 ചെറുപ്പക്കാരനകത്ത് 3 പേർ ഈ ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെക്കണേ. അപ്പൊ ഈ സാധനം നമുക്ക് ഉണ്ടാക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആ ചർച്ച ഞാൻ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ പോകുന്നു. ഞാനും മകേഷും 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പ് സാറേ ഒന്ന് ഞങ്ങൾ സ്കൂളിൽ വരണം, വലിയ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അതാണ് ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ മാതാക്കളും ശ്രദ്ധിച്ചോണേ. സ്കൂളിൽ വരാൻ പറഞ്ഞു. കാരണം ഞാനും മകേഷും സ്കൂളിൽ എത്തിയപ്പോൾ ഒരു 200 കുട്ടികൾ ഒരു ഹാളിനകത്ത് ഇരിക്കുമ്പോൾ PT പ്രസിഡന്റ് ഞാനുണ്ട്, ഈ മകേഷുണ്ട്, തൊട്ടിപ്പുറത്ത് ഒരു വലിയ മനുഷ്യനുണ്ട്, തലയും താത്തി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യമൊന്നുമില്ല, ഞങ്ങൾ ക്ലാസ് എടുത്ത് പോയപ്പോൾ ഒരു കുട്ടി വീട്ടിൽ പോയിട്ട് കത്തെഴുതി, പ്രിയപ്പെട്ട ഇക്ക, എന്റെ പേര് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് എന്റെ സ്കൂളിൽ വന്ന് ഫിലിപ്പ് സാറും മകേഷ് സാറും വന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ക്യാൻസർ പൊതികളാണ്, അത് ഹാൻഡ്സ് അല്ല. ഇപ്പോൾ സമയം രാത്രി 12:15, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ കത്ത് എപ്പോഴാണ് നിങ്ങൾ വായിച്ചു തരുന്നത്? അപ്പോൾ നിങ്ങളുടെ കടയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകല ക്യാൻസർ പൊതികളും നിങ്ങളുടെ അടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ എന്ന് എഴുതിയിട്ട് ഈ കുഞ്ഞ് കിടന്നു എന്നാ പറയണേ. നേരം വെളുത്തിട്ട് അവൾ പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല അങ്കിളെ ഞാനെന്നാ പറഞ്ഞു. നേരം വെളുത്ത് വീണ്ടും അവള് പേന എടുത്തിട്ട് വീണ്ടും എഴുതി എന്റെ അടിയിൽ 3 വരി, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് ഉപ്പ എന്ന സ്ഥാനത്ത് നിന്ന് അന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ ഒന്ന് ചിന്തിക്കുമല്ലോ. ആ കത്താണ് സ്കൂളിൽ പോയ സമയത്ത് എന്നാന്ന് പറഞ്ഞു കൊടുത്തു. ആ കത്ത് വാങ്ങി ഈ മനുഷ്യൻ വെച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ട് വരും, മനുഷ്യൻ വരുമ്പോൾ കട അടഞ്ഞു കിടക്കുന്നു. ഉമ്മയുടെ കാര്യം പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നല്ല കാര്യം എന്നെ പൊന്നുമോള് ചെയ്തെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും സ്കൂളിൽ പോയപ്പോൾ കട തുറന്നിട്ടില്ല. 2ാമത്തെ ദിവസം വൈകുന്നേരം ടീച്ചറെടുത്ത് കത്തുമായിട്ട് ഈ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണുന്നു, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം പൊന്നുമോളെ, എനിക്ക് ആ ഫിലിപ്പ് സാറും മകേഷ് സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ 4-ാമത്തെ ദിവസം ഞാനും മകേഷും ആ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മനുഷ്യൻ നിങ്ങൾ തലേ താത്തിരുന്നിട്ട് മറുപടി ഈ മനുഷ്യൻ പറഞ്ഞെന്താ അറിയോ? 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ, ഞാൻ 12 എനിക്ക് വാടക കോട്ടേഴ്സ് ഉണ്ട് സാറേ, അവിടെ ഒക്കെ ബംഗാളിമാരാ താമസിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സാറേ ഈ പലചരക്ക് സാധനം കൊടുക്കുമ്പോൾ ഈ ആൻസ് കൊടുത്തില്ലെങ്കിൽ എന്റെ ബംഗാളിമാരിന്റെ പീടിയെന്ന് പലചരക്ക് സാധനം വാങ്ങൂല. അങ്ങനെ ഓർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവച്ചാൽ സാറേ, അങ്ങനെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും. പറയുമ്പോൾ ഇനി 5 പ്രാവശ്യം നിലമ്പൂർ പോലീസിന്റെ കോട്ട് പാറ്റ് പറയാൻ പിടിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല സാർ എന്റെ കച്ചവടം. അത്യാവശ്യം ലാഭമുണ്ട് സാറേ, സത്യം ലാഭമുണ്ട്. പക്ഷേ എന്റെ കണ്ണു തുറപ്പിച്ച് സാറ് എന്റെ ഈ മോളെന്ന് നമുക്കൊരു 14 വയസ്സുകാരി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്ത് പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവർ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് തിരിച്ചറിയുമ്പോൾ ഉപ്പ എന്ന സ്ഥാനത്തുനിന്നോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ ചോദ്യം ചോദിച്ചത്, ആ ചോദ്യം ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. അങ്ങനെ എത്രയോ അൻഷതമാർക്ക് ജന്മം കൊടുത്ത ഈ എടരിക്കോടിന്റെ മഹാമഹൽ സംഗമത്തിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എത്രയോ അൻഷതമാരുണ്ട്. അങ്ങനെ നമ്മുടെ മക്കളെ ഒരുക്കണം. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ മക്കളെ അണിയേർക്കുന്നിടത്താണ് ഒരു വിശ്വാസം, ഒരു മുസ്ലിം മതം, മുസൽമാൻ എന്ന രീതിയിൽ ഒരു മനുഷ്യൻ യഥാർത്ഥമായ സ്വജീവിതത്തിലേക്ക് അവന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുക. നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യുന്നതില്ല. പലരും പറയും അത് പോലീസാണ്, എക്സൈസ് വരട്ടെ, അവർ കൊണ്ടുപോട്ടെ, ഇവർ കൊണ്ടുപോട്ടെ എന്ന്. എത്രയോ കാസർഗോഡ് മുതൽ ഒരുപാട് മഹലുകൾ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഭീമാപ്പള്ളി അടക്കം ഈ കാസർഗോഡ് പടന്നക്കാവ് മഹൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ മഹലെടുത്ത തീരുമാനമുണ്ട്. അവിടെ ലഹരി വസ്തു വിൽക്കുന്നവർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ്, പിന്നെ വിൽക്കാൻ പാടുന്ന നോട്ടീസ്, പിന്നെ വീണ്ടും ഒരു റീകൗൺസിലിംഗ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കേൾക്കാതെ അവസാനം 19 പേരുടെ ആ മഹലിന്റെ പ്രാഥമിക അംഗത്വം മഹലെടുത്ത് ഒഴിവാക്കി. ഇനി ഒരു മയ്യത്ത് നമസ്കാരം വിവാഹം ഒന്നും നടത്തി കൊടുക്കൂല എന്ന് പറഞ്ഞു. അതൊരു വലിയ മാറ്റൊലിയായിരുന്നു. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു, ഞാനും മകേഷും പങ്കെടുത്തൊരു ചടങ്ങായിരുന്നത്. പക്ഷേ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ പോലീസ് ഒരു കൂട്ടയോട്ടം നടത്തിയാലോ, നമ്മളൊരു മനുഷ്യചങ്ങല നടത്തിയാലോ, ഒപ്പിശകനം നടത്തിയാലോ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം കേരളത്തിന്റെ മണ്ണിൽ തുടച്ചു നിൽക്കാൻ പറ്റുമോ? നെവർ. വിശ്വസിക്കേണ്ട. കാര്യം എന്താ? ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനകത്ത് വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ചായ കുടിക്കാത്ത എത്ര പേരുണ്ട്? ചായ കുടിക്കാത്തവർ കൈപൊക്കിക്കേ. ചായ കുടിക്കാത്തവര് ഹൗ മെനി പീപ്പിൾ ദർ ആർ സിറ്റിംഗ് ഹിയർ? പ്ലീസ് കൈപൊക്ക്. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈ തത്തിട്ടുള്ളൂ. ഈ ബാക്കി ചായ എല്ലാം ചായ കുടിക്കുന്നവരാ. ഈ ചായയുടെ ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ, ബ്രെയിനെ ചായ സ്വാധീനിക്കുന്നത് ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന പ്രോസസിംഗ് ആണ് അല്ലെ? സ്റ്റിമുലേഷൻ. അത് കഫീനാണ്. കഫീൻ 10% ഉള്ളൂ കേട്ടോ. 10%. ഇത് എന്റെ വാക്കല്ല കേട്ടോ, നോക്കണം. ഈ ആന്റി ഡ്രഗ് കോൺക്ലേവ് ഡൽഹിയിൽ പങ്കെടുത്ത സെമിനാറിൽ ഞാനും മകേഷും പങ്കെടുത്ത നാഷണൽ ഡ്രഗ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനും മകേഷും. അതിനകത്ത് ഡോക്ടർ ദീപക് ചോപ്രയുടെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രഭാഷണം അദ്ദേഹം പറയാണ്, 10% ചായയുടെ അഡിക്ഷൻ. തൊട്ടടുത്ത് സിഗരറ്റ് 200%. ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ 200. ബ്രെയിൻ നിക്കോട്ടിൻ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആൽക്കഹോൾ 800 to 1500 ബ്രെയിനെ സ്വാധീനിക്കുന്നു. തൊട്ടടുത്ത് ഹാൻഡ്സ്, കൂൾ, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ് 2000 to 3000, 2000 മുതൽ 3000 വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണം. ഏതാണ്? ഈ പറയുന്ന 3,4 മെത്തലിൻ ഡയോക്സി, മെത്താഫിറ്റമിൻ, എക്ടസി, മാൻഡി, മോളി, ഈ ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, ആഷിക് പോലുള്ള 17 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മനുഷ്യ ബ്രെയിനെ സ്വാധീനിക്കുന്നത് 3000 to 6000 ആണ്. 3000 to 6000. അപ്പൊ 6000 വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. ചായ സ്വാധീനിക്കുന്ന 10%. 10% ചായ ഒരു മലയാളി ആയാലും നമുക്ക് നിർത്താൻ പറ്റില്ല. ഞാനിപ്പോ രാവിലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ചായ കുടിച്ചു, ഇവിടെ വന്നിട്ട് 1 ചായ, 3 ചായ ഞാൻ കുടിച്ചു. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. 10% ചായയുടെ അഡിക്ഷൻ. പിന്നെ എങ്ങനെയാണ് 35 വർഷം സിഗരറ്റ് വലിച്ചൊരു ഉപ്പയുടെ സിഗരറ്റ് വലി നിങ്ങൾ കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഉപദേശിച്ചാൽ നിർത്തുവോ? നിർത്തൂല. എങ്ങനെയാണ് ഒരു മദ്യപാനം നിർത്തുക? ശബരിമലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ 40 ദിവസം വ്രതം എടുത്തിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. മാക്സിമം പോയി കഴിഞ്ഞാൽ റംലാൻ മാസത്തിനകത്ത് നോമ്പെടുക്കും, ആരും കാണാതൊക്കെ പമ്മിയിരിക്കും. വൈകുന്നേരം പോയിട്ട് വീണ്ടും മദ്യപിക്കുന്നവര്. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ശബരിമലയ്ക്ക് അല്ലെ ഈ പറയുന്ന വേളാങ്കണിക്ക് പോകുമ്പോൾ 40 ദിവസം വ്രതമെടുക്കും. വേളാങ്കണിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ? ജൂലിയസ് സീസറാണ്. ഒരു ഹൈന്ദവനാണെങ്കിൽ ശബരിമലയ്ക്ക് മാലയിട്ട് 40 ദിവസം വ്രതമെടുക്കും, ശരണം വിളിക്കും. 40 ദിവസം കഴിഞ്ഞ് ശബരിമല പോയി തിരിച്ചു വന്ന അയ്യപ്പനും കോശിയാവും. പിന്നെ കാര്യം എന്താ? ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ 800 to 1500. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഉപദേശം കൊണ്ട് കാര്യമില്ല. കാരണം സ്നേഹവും പരിചരണവും ചേർത്ത് പിടിക്കലും കരുതലും കുത്തുവാക്കുകളും ഇല്ലാതെ ഒന്ന് മാറിക്കൂടെ? ഇന്ന് വേണ്ട, 1 മാസം സമയമുണ്ടല്ലോ ബർത്ത്ഡേക്ക്. ഒരു ഭാര്യ പറയാണ്, ഇക്ക നമുക്കൊരു 15 ദിവസം നമ്മുടെ ബർത്ത്ഡേ ഇത് വരാൻ വെഡിങ് ആനിവേഴ്സറി വരികയല്ലേ, അന്നേക്ക് ഇങ്ങനെ ദുശീലമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. അതുവരെ എൻ്റെ ഒക്കെ ഉപയോഗിച്ചോളൂ, ഞാൻ കുറ്റമൊന്നും പറയില്ല. എൻ്റെ ഒക്കെ പാവമാണ്. ഈ ഒരു വാക്ക് കൊടുത്ത് നോക്കിക്കേ. ആ 15 ദിവസം കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി. 15 ദിവസത്തേക്ക് മനസ്സൊരുങ്ങും, ശരീരം ഒരുങ്ങും. കുറച്ച് സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ ഒരു ഡിയർ സെന്റർക്ക് ആവശ്യമില്ല. ഞാൻ നിങ്ങളൊക്കെ പറയാം,
ഒരു ഏജൻസി പ്രൈവറ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നും നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ സംശയം എന്നോട് ചോദിച്ചോളൂ. നല്ല റസാഖ് ഡോക്ടർ ഉണ്ട്, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അയാൾ സൈക്കാട്രിക് ആണ്. എഡിക്ഷനെ കുറിച്ച് അവിടെ വീടിൻ്റെ അടുത്ത് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, സിഗരറ്റ് വലിക്കുന്നവർ, ഹാൻഡ്സ് വലിക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്പമ്പാടെ നിങ്ങൾ വിളിച്ചോളൂ. എന്നോട് ഇല്ലെങ്കിൽ എൻ്റെ വീട് മമ്പാടാണ്, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ഒരു സാമ്പത്തിക ചെലവ് നിങ്ങൾക്ക് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. 1 മണിക്കൂർ എനിക്ക് അവസരം തന്നാൽ മതി. ഇവിടെ ഇരിക്കുന്നവരെ ഒന്നും മദ്യപിക്കുന്നവർ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഈ ക്ലാസ് കേൾക്കേണ്ട ആരും ഇവിടെ ഇല്ല, എനിക്കറിയാം. പക്ഷേ നമ്മുടെ അയൽപക്കം ഇല്ലേ, നമ്മുടെ ബന്ധം, സ്വന്തം ഉറ്റവർ ഉടയവരിലേക്ക് ചില തിരുത്തലുകൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം ലഹരി എന്ന് പറയുന്ന ദുരന്തം കാലാകാലങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന, പക്ഷേ ഇതുവരെയും ഇവിടെ ഉണർന്നിട്ടൊന്നുമില്ല. പക്ഷേ 26 അമ്മമാരെ 3 വർഷത്തിനുള്ളിൽ ഈ സാക്ഷര കേരളം കുരുതി കൊടുത്തു. 76 അച്ഛന്മാരെ കൊന്നുകളഞ്ഞു മക്കള് ലഹരി ഉപയോഗിച്ചുകൊണ്ട്. ഏറ്റവും ഒടുവിൽ തൂത്തുക്കുടിയിൽ കഴിഞ്ഞ മാസം കൊന്നു. നമ്മളെ ഈ മരണങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെയാണല്ലോ അല്ലെ വാർത്തകൾ. ഇപ്പൊ കർണാടകയിൽ ഒഷൂരിൽ ലോറി കാണാതെ പോയപ്പോ മനാഫ് ലോറിയുടമയായിരുന്നു, അർജുന സഹോദരനായിരുന്നു. അർജുനെ കിട്ടുമോ എന്നായിരുന്നു നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ വാർത്ത നിറഞ്ഞു നിന്നത്. അവസാനം ലോറിയുടമ മനാഫായിരുന്നു. ആ വാർത്ത പെട്ടെന്ന് മാഞ്ഞ് ചൂരൽമലയിലേക്ക് വാർത്തയെത്തി. അവിടുന്ന് പിന്നെ എത്ര അപകടങ്ങൾ, എത്ര ശരീരങ്ങൾ, ബെയിലി പാലങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, സ്നേഹങ്ങൾ, പിന്നെ വിവാദങ്ങൾ, വൈറ്റ് കാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തി. ഒടുവിൽ മലപ്പുറം ജില്ല രാഷ്ട്രീയങ്ങൾ, സംവിധാനങ്ങൾ, പോലീസ് എല്ലാം കടന്നു വന്നു. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒറ്റ വാക്കുകൂടെ കൂട്ടിച്ചേർക്കാം. ഈ വാർത്തക്കകത്തൊക്കെ അമ്മമാരെ ഒന്നും കണക്കിൽപ്പെട്ടിട്ടില്ല. പക്ഷേ താമരശ്ശേരിയിൽ ഒരു അമ്മ മരിച്ചു. അത് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു. ആ മകൻ പറഞ്ഞു, എന്നെപ്പോലെ മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഉമ്മനെ കൊന്നതെന്ന്. 7 ദിവസം കഴിഞ്ഞപ്പോൾ തലസ്ഥാന നഗരം വെഞ്ഞാറമൂട്ടില് 16 മണിക്കൂറുകളിൽ ഒരു മകൻ എത്ര പേരെ കൊന്നു തള്ളിയത്. അവസാനം കൊന്നത് അമ്മയാണ്. ചുറ്റിക്കൊണ്ടൊരു കൽപ്പണിക്കാരൻ എങ്ങനെയാ കല്ലിനോട് വരുമ്പോൾ അങ്ങനെ 6 അടി അടിച്ച തല പൊട്ടിച്ചു കളഞ്ഞു. അവസാനം ആ അമ്മ 14 ദിവസം വെന്റിലേറ്റർ ജീവിച്ചു. പോലീസ് ചോദിച്ചു, ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ, എല്ലാത്തിനും ഉത്തരവുണ്ട്. പക്ഷേ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ കട്ടിൽ നിലത്ത് വീണതാന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ. വീണ്ടും റീസ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴും പറഞ്ഞു, എൻ്റെ കുട്ടി ചെയ്തതല്ല, ഞാൻ കട്ടിൽ നിലത്ത് വീണതാണെന്ന്. 6 അടി അടിച്ച് 49 പൊട്ടലുകൾ പൊട്ടിച്ച് അടുക്കളയിൽ പോയി ഗ്യാസ് തുറന്നു വിട്ടിട്ടും ഒരുവൾ ഈ മണ്ണിൽ മരണപ്പെട്ടു എന്ന് വിധി എഴുതിയവൾ പതുക്കെ പതുക്കെ കണ്ണു തുറന്ന് ലോകത്തോട് പറയുകയാണ്, എൻ്റെ കുട്ടി ചെയ്തതല്ല, ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ്. അവളുടെ പേര് ഉമ്മ എന്നാണ്.